നമസ്കാരം. അംഗൻവാടിയിൽ നിന്നും സേവനങ്ങൾ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ സെഷനിലൂടെ വിവരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ വീടിനടുത്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ അംഗൻവാടി എന്ന് പറയുന്നത്. അവിടെ രണ്ട് പ്രവർത്തകരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒന്ന് അംഗൻവാടി വർക്കറും ഹെൽപ്പറും. നാളിതുവരെയും അംഗൻവാടിയിൽ നടക്കുന്ന മുഴുവൻ സേവനങ്ങളും കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇവർ രണ്ടുപേരുമായിരിക്കും. അപ്പം നമുക്കറിയാം അംഗൻവാടി എന്താണെന്നും അതിലെന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നുള്ളതൊക്കെ കൃത്യമായി അവർ നിങ്ങളെ അറിയിക്കാറുണ്ട്. പ്രത്യേകിച്ച് അംഗൻവാടിയുടെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകളെ നിരന്തരം ഇവർ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. വാട്സപ്പിലൂടെയും അല്ലാതെയും നേരിട്ടും ഭവന സന്ദർശനം നടത്തുമ്പോഴൊക്കെ തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. എന്നിരുന്നാലും ആധികാരികമായി ഇന്ന് അംഗൻവാടിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അവിടുത്തെ എന്തൊക്കെ സേവനങ്ങളാണ്, അവിടുത്തെ പരിഷ്കാരങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മളെ ഗുണഭോക്താക്കൾ അറിയണം എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ഇന്നൊരു സെഷൻ ചെയ്യുന്നുണ്ട്. അതാണ് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയെടുക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ അംഗൻവാടി പ്രവർത്തകരാണ് എപ്പോഴും നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ അംഗൻവാടിയിലെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് നമ്മുടെ പ്രഗ്നന്റ് വുമണും ലാക്ടേറ്റീവ് മദറും അതേപോലെ തന്നെ 0 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളും ഒപ്പം അഡോളസെന്റ് ഗേൾസും, അതായത് കൗമാരപ്രായക്കാരായിട്ടുള്ള പെൺകുട്ടികളുമാണ്. ഇത്രയും പേരാണ് നമ്മളെ വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിൽ വരുന്ന ICDSന്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത്. ഇത്തരം ഗുണഭോക്താക്കൾക്കൊക്കെ തന്നെ ഒരുപാട് സേവനങ്ങൾ നമ്മളെ ഹെൽപ്പർ വർക്കർ മുഖേന നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ മുൻകാലങ്ങളിലെ പോലെയല്ല, ഒരുപാട് മാറ്റങ്ങൾ ഇന്ന് വന്നു. അതായത് തുടക്കം തന്നെ പറയുകയാണെങ്കിൽ ഇന്ന് അംഗൻവാടി ഇന്നൊരു സ്മാർട്ട് അംഗൻവാടികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്തുള്ള എല്ലാ 14 ലക്ഷത്തിൽ പരം അംഗൻവാടികളും ഇന്ന് ഡിജിറ്റലൈസ്ഡ് ആയിട്ടുണ്ട്. അതായത് നമ്മുടെ അംഗൻവാടി വർക്കറുടെ കയ്യിൽ ഒരു ഫോണുണ്ട്, അതിലൊരു പോർഷൻ ട്രാക്കർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ചിലപ്പോൾ നിങ്ങളും ഈ ആപ്ലിക്കേഷനെ കുറിച്ച് പരിചിതമായിട്ടുണ്ടാവും. നമ്മുടെ ടീച്ചർ ഒരുപാട് ക്യാമ്പയിനുകൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പോർഷൻ ട്രാക്കർ എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷനിലൂടെയാണ് ഇനിയുടെ എല്ലാ പ്രവർത്തനങ്ങളും. മുൻപാണെങ്കിൽ ടീച്ചേഴ്സിന് 11 രജിസ്റ്ററുകളുണ്ട്. അതിൽ ഭവന സന്ദർശനം നടത്തുന്ന രജിസ്റ്ററുകളായിക്കോട്ടെ, അല്ലെങ്കിൽ വാക്സിനേഷൻ സംബന്ധിച്ച രജിസ്റ്ററുകളായിക്കോട്ടെ, അല്ലെങ്കിൽ പ്രസവം അല്ലെങ്കിൽ ഡെലിവറി മാർക്ക് ചെയ്യുന്ന രജിസ്റ്ററുകളായിക്കോട്ടെ, അങ്ങനെ THR സ്വീകരിക്കുന്ന അങ്ങനെ ഒട്ടനവധി രജിസ്റ്ററുകൾ ടീച്ചർമാർ മാനുവലായിട്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനങ്ങളാണ് ഇന്ന്. അതുമാത്രമല്ല, ഇന്ന് പോർഷൻ ട്രാക്കർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലൂടെ ഡിജിറ്റലൈസ്ഡ് ആണ് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ കുറേയധികം മാറ്റങ്ങൾ നമ്മൾ അംഗൻവാടിയിൽ വന്നിട്ടുണ്ട്. അതും സേവനങ്ങളിലും അത് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ അത് എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ വന്നിട്ടുള്ളത് എന്നുള്ളത് ഗുണഭോക്താക്കൾ കൂടെ അറിഞ്ഞിരിക്കണം. അതിൽ ആദ്യം എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അംഗൻവാടിയിലെ ഗുണഭോക്താക്കളായിട്ടുള്ള പ്രഗ്നന്റ് വുമണും ലാക്ടേറ്റീവ് മദറും അതേപോലെ 6 to 3 കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്കാണ് ഇപ്പോൾ എല്ലാ മാസങ്ങളിലും മുടങ്ങാതെ അംഗൻവാടിയിൽ നിന്നും പൊടി ഉൾപ്പെടെയുള്ള സേവനങ്ങൾ നമ്മൾ വിതരണം ചെയ്യുന്നത്. അപ്പോൾ ഈ വിതരണം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നിങ്ങൾ അംഗൻവാടിയിൽ പോയി കളക്ട് ചെയ്യാറുള്ളതാണ്. അപ്പോൾ മുൻകാലങ്ങളിലൊക്കെ ഇത് സാധ്യമാവുന്ന 6 പോയാലും, ഇപ്പോൾ പ്രഗ്നന്റ് നേരിട്ട് പോകണമെന്നില്ല, അല്ലെങ്കിൽ ലാക്ടേറ്റീവ് നേരിട്ട് പോകണമെന്നില്ല, 6 പോയാലും നമ്മളെ വീട്ടിൽ നിന്ന് 6 പോയാലും നമ്മളെ ടീച്ചർ ഒരു മടിയും കൂടാതെ ആ പൊടിയെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല, സാഹചര്യം മാറിയിട്ടുണ്ട്. ഇതാണ് ആദ്യം നമ്മളെ ഗുണഭോക്താക്കൾ അറിയേണ്ടത്. ഓൾറെഡി നിങ്ങൾ അറിഞ്ഞതാണ്, എന്നിരുന്നാലും നിങ്ങളത് മനസ്സിലാക്കുക. ഇന്ന് ഡിജിറ്റലൈസേഷൻ ആയതോടുകൂടി, അല്ലെങ്കിൽ പോർഷൻ ട്രാക്കർ എന്ന ആപ്ലിക്കേഷന്റെ വരവോടുകൂടെ ഇതിന് പര്യവസാനം ഉണ്ടായിട്ടുണ്ട്. അതായത് ഇനി മുതൽ അംഗൻവാടിയിൽ നിന്നും ഇത്തരത്തിൽ പൊടി ഉൾപ്പെടെയുള്ള THR സേവനം സ്വീകരിക്കണമെങ്കിൽ നിങ്ങളെല്ലാം 2-way ഓതന്റിക്കേഷൻ വിധേയമാവണം. എന്താണ് 2-way ഓതന്റിക്കേഷൻ? കൃത്യമായി അറിയണം. 2-way ഓതന്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഗർഭിണിയാവട്ടെ, മുലയൂട്ടുന്ന അമ്മയാവട്ടെ, 6 to 3 കുട്ടികളുടെ രക്ഷിതാക്കളാവട്ടെ, അല്ലെങ്കിൽ ആ കുട്ടിയാവട്ടെ, അവരുടെ KYCയും ഫോട്ടോ എടുക്കലും നിർബന്ധമാണ്. ഇത്തരത്തിൽ ആധാരധിഷ്ഠിതമായി പോർഷൻ ട്രാക്കർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് വേരിഫിക്കേഷൻ പൂർത്തിയാക്കിയാൽ മാത്രമാണ് നിങ്ങൾക്ക് തുടർന്ന് അങ്ങോട്ടുള്ള മാസങ്ങളിൽ മുടക്കം കൂടാതെ ഈ THR പൊടി ഉൾപ്പെടുന്ന സേവനങ്ങൾ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മൾ അതിന് KYC കൊടുത്ത് അപ്ഡേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മളെ ഫോട്ടോ പോർഷൻ ട്രാക്കർ ആപ്ലിക്കേഷൻ ലൈവായി നിങ്ങൾ എടുക്കണം. അപ്പം നിലവിലെ ടീച്ചറുടെ ആപ്ലിക്കേഷനിൽ മാത്രമല്ല, അത് ഗുണഭോക്താക്കൾക്കും നേരിട്ട് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ വൺ ടൈമായിട്ട് ആദ്യപടിയായിട്ട് നിങ്ങൾക്ക് അത് 2 വേരിഫിക്കേഷൻ പൂർത്തിയാക്കാൻ പറ്റും. അതെങ്ങനെയാണ് വേരിഫിക്കേഷൻ പൂർത്തിയാക്കുക എന്നുള്ളത് ഓൾറെഡി ടീച്ചർ നിങ്ങൾക്കൊരു വീഡിയോ അയച്ച് തന്നിട്ടുണ്ടാവും. എന്നിരുന്നാലും ആ വീഡിയോ ഒന്നുകൂടെ നമ്മൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആ ലിങ്ക്. അതിൽ ക്ലിക്ക് ചെയ്ത് ഇതുവരെ 2-way ഓതന്റിക്കേഷൻ പൂർത്തിയാക്കാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ഇന്ന് തന്നെ അത് പൂർത്തിയാക്കുക. കാരണം തുടർന്ന് അങ്ങോട്ടുള്ള മാസങ്ങളിൽ ഇതൊന്നും പെൻഡിങ് വരാതിരിക്കാൻ, നിങ്ങൾക്ക് THR മുടങ്ങാതിരിക്കാൻ, നിങ്ങൾക്ക് കിട്ടുന്ന പൊടി മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടി നിങ്ങളും കൂടെ ശ്രമിക്കണം. അപ്പം നമ്മുടെ ടീച്ചർ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നത് തന്നെ ഇപ്പോൾ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ്. ആ മാറ്റത്തിനനുസരിച്ച് നമ്മൾ മാറണം, സഹകരിക്കണം. അതാണ് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. അപ്പോൾ ഇങ്ങനെ പൊടി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നിർബന്ധമായി
നിർബന്ധമായിട്ടും 2-way ഓതന്റിക്കേഷൻ പൂർത്തിയാക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ 6-8-3 കുട്ടികൾക്ക് ഒരു ഇളവുണ്ട്. കാരണം ചെറിയ കുട്ടികളാണല്ലോ, അവർക്കൊന്നും ആധാർ ഉണ്ടാവണമെന്നില്ല. ആ സമയം അവരുടെ അമ്മയുടെയോ അച്ഛൻ്റെയോ അല്ലെങ്കിൽ അവരുടെ രക്ഷിതാവിൻ്റെയോ ആധാർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ KYCയും അല്ലെങ്കിൽ ഇതുപോലെ ഫോട്ടോ എടുക്കലും പൂർത്തിയാക്കാം. ഇങ്ങനെ പൂർത്തിയാക്കുന്ന ആൾക്ക് മാത്രമേ ഇനി THR കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനോട് നിങ്ങൾ സഹകരിക്കുക. ഇതാണ് ആദ്യം വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്. മുൻകാലങ്ങളിലൊക്കെ ആര് പോയാലും ടീച്ചർക്ക് അത് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യമാണ്. ഇപ്പോൾ നമ്മൾ ടീച്ചറും വിഷമത്തിലാണ്. പക്ഷെ സർക്കാർ സംവിധാനമായതുകൊണ്ട് കൃത്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുമ്പോൾ അതെല്ലാം നമ്മൾ മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മളെ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കണം. ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യം തന്നെ ഇത്രയേ ഉള്ളൂ. അർഹമായ കൈകളിലാണ് ഇതെല്ലാം കിട്ടുന്നത് എന്നുള്ളത് സർക്കാരിനും നമ്മൾക്ക് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തു വരുന്നത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ സ്വീകരിക്കുന്നത് ഇന്ന ഗുണഭോക്താവ് തന്നെയാണ് എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. അത് കുറച്ച് നല്ലൊരു തീരുമാനമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ തന്നെ അത് സ്വീകരിച്ചെടുക്കുക. അതാണ് ആദ്യം പറയാനുള്ള കാര്യം. ഇതാണ് ആദ്യത്തെ മാറ്റം എന്ന് പറയുന്നത്. ഇനി അടുത്ത മാറ്റം കൃത്യമായി മനസ്സിലാക്കുക. ഒരു അബാർ ID സൃഷ്ടിക്കാൻ വേണ്ടി നിങ്ങളെ ടീച്ചർമാർ നിങ്ങൾക്കൊരു നിർദ്ദേശം തന്നിട്ടുണ്ടാവും. അത് നമുക്കറിയാം, പ്രീ സ്കൂളിൽ നമ്മളെ കുട്ടികൾ 3 to 6 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് നമ്മൾ അംഗനവാടിയിലെ പ്രീ സ്കൂൾ കുട്ടികളായി കണക്കാക്കുന്നത്. ഇത്തരത്തിൽ അംഗനവാടിയിൽ വരുന്ന കുട്ടികളെ രജിസ്റ്റർ ചെയ്യുന്ന സമയം അബാർ ID സൃഷ്ടിക്കണം. അപ്പോൾ ഈ അബാർ ID പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾക്ക് തുടക്കത്തിൽ ആദ്യകാല വിദ്യാഭ്യാസം കൊടുക്കുന്നത് നമ്മൾ അംഗനവാടിയിൽ നിന്നാണല്ലോ. അപ്പോൾ തുടക്കം മുതൽ ആ കുട്ടി എത്ര വലുതായാലും എത്ര വലിയ ഉന്നത നിലവാരത്തിലെത്തിയാലും ഉന്നത വിദ്യാഭ്യാസത്തിലൂടെ അവർ കരസ്ഥമാക്കുന്ന ഓരോ സർട്ടിഫിക്കറ്റിലും ഇപ്പോൾ സൃഷ്ടിക്കുന്ന ഒരു ID പ്രകാരമാണ് ഇനി ഭാവിയിൽ ഇതെല്ലാം തിരിച്ചറിയുക. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ID. അതായത് നമുക്കറിയാമല്ലോ, ഈ ഹെൽത്ത് ID പോലെ തന്നെ നമ്മളെ പഴയകാല രോഗങ്ങൾ വരെ ആ IDയിൽ നിന്ന് നമുക്ക് ഇനി ഏത് ഹോസ്പിറ്റലിൽ പോയാലും നമുക്ക് ആ പാസ്റ്റ് ഹിസ്റ്ററി എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അതേപോലെ തന്നെ കുട്ടിയുടെ തുടക്കം മുതൽ ഓരോ സർട്ടിഫിക്കറ്റും തിരിച്ചറിയുന്നത് ഈ ഒരു ID പ്രകാരമായിരിക്കും. അതിന് നമുക്ക് രക്ഷിതാക്കളുടെ ഒരു കൺസെന്റ് ആവശ്യമുണ്ട്. അതും നിങ്ങൾ നമ്മളെ ടീച്ചേഴ്സുമായിട്ട് ഷെയർ ചെയ്ത് അബാർ ID സൃഷ്ടിക്കുന്നതിലും നിങ്ങൾ സഹകരിക്കുക എന്നുള്ളതാണ്. പിന്നീട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അല്ലെങ്കിൽ ഒരു സേവനമാണ്. നമുക്കറിയാം, PMMVY പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. ഇത് നമ്മൾ ICDSലൂടെയാണ് ഇത് വിതരണം ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ആദ്യത്തെ പ്രസവത്തിന് 5000 രൂപയുണ്ട്. രണ്ടാമത് ജനിക്കുന്നത് പെൺകുട്ടിയാണെങ്കിൽ 6000 രൂപയുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നേരത്തെയൊക്കെ നമ്മൾക്ക് ഈ FR സംവിധാനം എന്ന് പറയുന്ന ഒരു കാര്യം നിർബന്ധമാക്കിയില്ല. എന്നാൽ ഇന്ന് അത് നിർബന്ധമാക്കിയിട്ടുണ്ട്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ പോഷൻ ട്രാക്കർ എന്ന അംഗൻവാടി ടീച്ചറുടെ ആപ്ലിക്കേഷൻ ഈ പറയുന്ന 2 ഗുണഭോക്താക്കൾ, ഒന്ന് പ്രഗ്നന്റ് വുമൺ ആയിരിക്കും അല്ലെങ്കിൽ ലാക്ടേറ്റിംഗ് മദർ ആയിരിക്കും. ഈ 2 പേരും നമ്മളെ പോഷൻ ട്രാക്കറിനകത്ത് വെരിഫൈ ചെയ്യണം, KYC ചെയ്യണം, FRS എന്ന് പറയുന്ന ഫോട്ടോ എടുക്കലും പൂർത്തിയാക്കണം. ഇത്തരത്തിൽ പൂർത്തിയാക്കിയവർക്ക് മാത്രമാണ് PMMVYയിലൂടെ ലഭിക്കുന്ന ഈ 5000 രൂപയും 6000 രൂപയും ആനുകൂല്യങ്ങൾ തുടർന്ന് അങ്ങോട്ട് നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അത് ഉറപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ടീച്ചർമാർ, നമ്മൾ അംഗനവാടി പ്രവർത്തകർ പറയുന്ന ആ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് അതിനോടുകൂടെ ഒന്ന് സഹകരിക്കുക. ഇത്തരത്തിൽ FRS പൂർത്തിയാക്കാത്ത നമ്മളെ ഗുണഭോക്താക്കൾക്ക് ഇത് മുടങ്ങിപ്പോവാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അത് ഒരിക്കലും അങ്ങനെ പെൻഡിങ് ആവാതെ യഥാസമയം നമ്മൾ ടീച്ചർ പറയുന്ന രീതിയിൽ തന്നെ FRS പൂർത്തിയാക്കുക. നമ്മൾ നേരത്തെ THRന്റെ കാര്യം പറഞ്ഞു, പൊടി സ്വീകരിക്കുന്ന സമയം ആദ്യഘട്ടം വന്ന രീതിയിൽ നമുക്ക് അംഗനവാടി പ്രവർത്തകരിലൂടെയും അല്ലെങ്കിൽ ഗുണഭോക്താക്കൾക്ക് വീട്ടിലിരുന്നു കൊണ്ടും ആദ്യഘട്ടത്തിൽ ഈ 2 വെരിഫിക്കേഷനും പൂർത്തിയാക്കാം. ഫോട്ടോ എടുക്കലും KYCയും പൂർത്തിയാക്കാൻ സാധിക്കും. എന്നാൽ പിന്നീടുള്ള മാസങ്ങളിൽ പൊടി വാങ്ങുന്ന സമയം നമ്മൾ ഗുണഭോക്താക്കൾക്ക് തന്നെ വീട്ടിലിരുന്നു കൊണ്ട് FRS എടുക്കാൻ കഴിയില്ല, അതായത് ഫോട്ടോ എടുക്കാൻ കഴിയില്ല എന്നുള്ളത് കൂടെ നിങ്ങൾ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കുട്ടികളുടെ ഹൈറ്റും വെയിറ്റ് എടുക്കുന്ന സമയം നിങ്ങൾ അംഗനവാടിയുമായി ബന്ധപ്പെടണം. അതേപോലെ തന്നെ കുട്ടികളുടെ ഇമ്മ്യൂണൈസേഷൻ എടുക്കുന്നുണ്ടല്ലോ, ഒരുപാട് വാക്സിനേഷനുകൾ എടുക്കുന്നതൊക്കെ കൃത്യമായി MCP കാർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ആ രേഖപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ എല്ലാം പകർപ്പ് നിങ്ങൾ അംഗനവാടിയിലേക്ക് എത്തിക്കണം. ഇതെല്ലാം കൃത്യമായി ചെയ്യുന്നത് ഈ കുട്ടിയുടെ ഓരോ വളർച്ച സംബന്ധിച്ച കാര്യങ്ങളൊക്കെ മേൽനോട്ടം വഹിക്കുന്നത് നമ്മുടെ അംഗനവാടി പ്രവർത്തകരാണ്. ഈ അംഗനവാടി പ്രവർത്തകർ ഇത്രമാത്രം നിങ്ങളോട് ആശ്രയിക്കുന്ന സമയം അവരെ ബുദ്ധിമുട്ടിക്കാതെ യഥാസമയം നിങ്ങൾ കുട്ടികളുടെ ഓരോ വളർച്ചാ നിരീക്ഷണത്തിന് വേണ്ടി അംഗനവാടിയിലേക്ക് എത്തിക്കുകയും ഒപ്പം തന്നെ അംഗനവാടി സേവനം നിങ്ങൾ സ്വീകരിക്കുകയും വേണം. അപ്പോൾ അവരുടെ വാക്സിനേഷൻ വിവരങ്ങൾ, അവരുടെ എല്ലാ മാസങ്ങളിലും ഹൈറ്റും വെയിറ്റ് എടുക്കുന്നുണ്ട്, കുട്ടികളുടെ വളർച്ചാ നിരീക്ഷണം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഭവന സന്ദർശനം നടത്തുന്ന സമയം എല്ലാ കാര്യങ്ങളും നിങ്ങൾ അവരോട് ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളോടും കൂടെ നിങ്ങൾ സഹകരിച്ചു വരണം. നേരത്തെ പോലെ രജിസ്റ്ററുകൾ മാത്രമല്ല, ഇന്ന് അംഗൻവാടിയിൽ പ്രവർത്തനങ്ങൾ പൂർണ്ണമാവണമെന്നുണ്ടെങ്കിൽ ഈ പോഷൻ ട്രാക്കർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലൂടെ ഈ വിവരണങ്ങളൊക്കെ തന്നെ നമ്മൾ ടീച്ചേഴ്സിന് രേഖപ്പെടുത്താനുണ്ട്. അപ്പോൾ അതിലേക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് സർക്കാർ സംവിധാനത്തിൽ
അടിസ്ഥാനത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഡാറ്റയാണ്. ആ ഡാറ്റ കൃത്യമായാൽ മാത്രമാണ് നമ്മളെ കുട്ടികളുടെ ഓരോ വളർച്ചയും കൃത്യമായി മനസ്സിലാക്കാനും അവർക്ക് വേണ്ട പോഷകാഹാര കുറവുകൾ നികത്താനും അല്ലെങ്കിൽ കൂടുതൽ പോഷകാഹാരം അവർക്ക് കൊടുക്കാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ ടീച്ചർമാരോടൊപ്പം അല്ലെങ്കിൽ അംഗനവാടി പ്രവർത്തകരോടൊപ്പം നിങ്ങൾ നല്ല രീതിയിൽ സഹകരിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഒപ്പം തന്നെ ഇന്ന് അംഗനവാടി പ്രവർത്തനം എന്താണ്, ഇന്ന് അംഗനവാടിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്, ഏതൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ ടീച്ചർമാരെ കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയില്ല. എന്നാൽ നിങ്ങൾ ഈ വീഡിയോയിലെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇത് മുഴുവൻ നമ്മൾ അംഗനവാടി പ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടെ ഒന്ന് ടീച്ചർമാർ മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ചാനലിലൂടെ തന്നെ വരും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഭാവിയിൽ നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ സേവനങ്ങളും മുടങ്ങാതിരിക്കാൻ നിങ്ങൾക്കിതൊരു മുതൽക്കൂട്ടാവും. താങ്ക് യു.